ഇവിടെ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ചിക്കി ആപ്പ് വെച്ച് GTA 5 കളിക്കുന്നതെന്നാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്ത് കാണുക. 100% വർക്കിംഗ് ആണ്. തീർച്ചയായിട്ടും ഇത് കളിക്കാം. അപ്പോൾ ഗൈസ്, അതിന് വേണ്ടി നിങ്ങൾക്ക് ആദ്യം ചിക്കി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ ചിക്കി എന്ന് അടിച്ചു കൊടുത്താൽ മതി. ചിക്കി ക്ലൗഡ് ഗെയിം എന്ന് പറഞ്ഞ് കാണാവുന്നതായിരിക്കും. ഇനി ഈ ഓപ്പണിൻ്റെ ബട്ടൺ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഗൈസ്, ഓപ്പൺ പിടിച്ച് നിൽക്കാം. ഓക്കെ നമ്മുടെ ചിക്കി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർഫേസ്. ഗൈസ് വേണ്ട, കുറേ ഗെയിംസ് ആണ് ഇതിനകത്ത്. നമുക്കിപ്പോൾ വേണ്ടത് GTA 5 ആണ്. പക്ഷേ GTA 5 നിങ്ങൾ ചുമ്മാ ഞെക്കിക്കഴിഞ്ഞാൽ കളിക്കാൻ പറ്റില്ല. പ്ലേ അടിച്ചാൽ അങ്ങനെയല്ല ഗൈസ്. ഈ മീൻ ഞെക്കണം. ഉണ്ടോ? ഈ കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം GTA 5 പിന്നെ കുറേ PC ഗെയിംസ് ഉണ്ട് ഇതിൻ്റെ അത്. നിങ്ങൾക്ക് ഈ കോയിൻ വേണം, ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഉണ്ടോ? സീറോയോ? ഇതില്ല, അത് ലോഡായില്ലാത്തതാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇത്രയും കോയിൻസ് ഉണ്ട്. പിന്നെ ഈ സ്പീഡ് കാർഡ് ഉണ്ടെങ്കിൽ ഇതുണ്ട്, ഈ സ്പീഡ് കാർഡ് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു ക്യൂ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സ്പീഡ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ആ ക്യൂ 0 ആക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കോയിൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിക്കാം. ആദ്യം ഇങ്ങനെയല്ലേ വരുന്നത്. യെസ്, നിങ്ങൾ ഈ മീ ബട്ടൺ പിടിച്ച് നിൽക്കണം. അതിനുശേഷം ഈ ടാസ്ക് ബട്ടനെ പിടിച്ച് നിൽക്കണം. ടാസ്ക് പിടിക്കണം. ഓക്കെ, ലോഡാവട്ടെ. കണ്ടോ, അങ്ങനെ കുറേ ഉണ്ട്. ഇതാണ് ഇവിടെ പറ്റുള്ളൂ. ഇതേ പിടിച്ചേക്കണം. ഒരാട് ലോഡാവും. അപ്പോൾ ഗൈസ്, എൻ്റെ ആട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, റിസീവ് എന്നൊരു ബട്ടൺ വന്നില്ലേ? നമ്മൾ റിസീവ് ഞെക്കുക. കണ്ടോ, എൻ്റെ കയ്യിലിപ്പം 340 ഇപ്പം 345. ഇനി വേറെ ഉണ്ട് ഈ ട്രിക്ക്. ഈ കളക്ട് ഫ്രൂട്ട് എന്ന് എഴുതുന്നുണ്ടോ? ഇതുണ്ടോ, ഈ സ്ഥലത്തെ മൊത്തം ഫ്രൂട്ടും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോയിൻസ് കിട്ടും. ഇനി അഥവാ ഇത് മൊത്തമാണ് ചെയ്യുന്നതെങ്കിൽ ഈ 10ൻ്റെ കിട്ടും. ഇനി ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 99 കിട്ടും ഗൈസ്. പക്ഷെ ഈ ചെറി കിട്ടുന്നത് നല്ല പാടാണ്. നമുക്കൊരു ആട് കണ്ടാൽ നോക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ആട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഗ്രേപ്സിൻ്റെ ഇവിടെ എനിക്കിപ്പോൾ ഗ്രേപ്സ് ആണ് കിട്ടിയത്. ഞാൻ ഗ്രേപ്സിൻ്റെ അവിടെ ഇവിടെ പിടിച്ചേക്കണം, എന്നാലേ 30ൻ്റെ അവിടെ ഇങ്ങോട്ടാവുള്ളൂ. ഗൈസ്, ഇനിയും നിങ്ങൾ ആട് കാണുമ്പോൾ ഈ സ്ഥലത്ത് ഈ സ്പോട്ടിൽ മാത്രമേ ഏത് ഫ്രൂട്ട് കിട്ടിയാലും ഞെക്കാവുള്ളൂ. ഈ ചെറി കിട്ടിയാൽ ഇവിടെ നിൽക്കിയാൽ മതി ഗൈസ്. ഈ ഗ്രേപ്സും ഈ ഫ്രൂട്ടും വേണമെങ്കിൽ ഈ ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ ഇവിടെ നിൽക്കണം. ഇനി ഈ ഗ്രേപ്സ് കിട്ടുവാണെങ്കിൽ ഇത് വെക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ ഇതെല്ലാം നിറയുമ്പോഴത്തേക്കും നമുക്ക് കോയിൻ കിട്ടും. ഈ ഇവൻ്റ് ഇത്രേ ഉള്ളൂ. ഇനി കോയിൻസ് ചെസ്റ്റ് ആണ് എങ്ങനെയാണെന്ന് ഇതുണ്ടോ, ചുമ്മാ ചെയ്താൽ മതി. ഉണ്ടോ, ഇനി കോയിൻസ് ചെസ്റ്റ് ഇത് കണ്ടോ. ഇത് നിങ്ങൾ ഇതിലും ആട് കാണണം. എന്ത് കണ്ടോ, എൻ്റെ ഇവിടെ പ്രോപ്സ് എന്ന് പറയുന്ന സാധനമാണ്. ഈ മെർജ് ചെയ്യണം ഇതിലൊക്കെ. എന്നിട്ട് ഇത് 4 ആക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടാവും. ഇവിടെ ഇതായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഗൈസ്, നിങ്ങൾക്ക് എത്ര കോയിൻ കിട്ടുമെന്നറിയോ? ഇത്രയും കോയിൻ കിട്ടും. ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ 3 എണ്ണമാണ് 20 കോയിൻസിൻ്റെ അവിടെ സേവ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ആട് കണ്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ്,
ഇത് കഴിയുമ്പോൾ ഇതുണ്ടോ, എനിക്കിപ്പോൾ ബ്ലൂ പ്രോപ്സ് ആണ് കിട്ടിയത്. കൺഫേം അടിക്കുക. എന്നിട്ട് എനിക്കിത് ഒന്നുകൂടെ വേണം ഗൈസ്. എനിക്കിത് ഒന്നുകൂടെ ഉണ്ടെങ്കിലേ എനിക്ക് ഈ പ്രോപ്പ് കിട്ടുള്ളൂ. ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ ഒരാടും കൂടെ കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ആ ആട് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണിച്ചത്. ഇത് വേറെ ഇതൊന്നും കാര്യമില്ലാത്ത സാധനങ്ങളാണ്. ഞാൻ ഒരാടും കൂടെ കാണാം. അപ്പോൾ ഗൈസ് എൻ്റെ ആട് കഴിഞ്ഞു. ഓക്കെ, ഇത് പ്രോപ്സ് ആയിട്ടുണ്ട്. 2 എണ്ണമായി. നിങ്ങൾ ഈ മെർജ് ബട്ടണെ പിടിച്ച് കാണണം. എന്നിട്ട് കൺഫേം അടിക്കുക. വീണ്ടും കൺഫേം. ഉണ്ടോ, ഇങ്ങോട്ട് ഒരെണ്ണമായിട്ടുണ്ട്. ഇത് 3 എണ്ണം ആക്കണം. ഇനി ഈ ഈവൻറ്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ഈവൻറ്റിനെ കുറിച്ച് നല്ല വീഡിയോ ഇടാം. കണ്ടോ ഗൈസ്, വിൻ 2 കണ്ടോ 2200 പ്ലസ് ഫ്രീ കോയിൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ഈവൻറ്റിലേക്ക് കിടക്കാം. ഇപ്പോൾ അടുത്ത ഈവൻറ്റിൻ്റെ പേരാണ് ഓഷ്യൻ ട്രഷർ ഹണ്ട്. ഞെക്കാം. കണ്ടോ, ഇതൊരു മറ്റേ ഹണ്ട്, ട്രഷർ ഹണ്ടാണ്, ഗെയിമാണ്. ഇത് ഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങി 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 ഏതെങ്കിലും ഇതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഗൈസ്. ഇത് നിങ്ങൾ 45 പ്രാവശ്യം ഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് 99 കോയിൻസ് ഫ്രീ ആയി കിട്ടും. അപ്പോൾ ഒരു ഡ്രോ ചെയ്യാം ഗൈസ്. ഇവിടെ ആട് കഴിഞ്ഞു. ഓക്കെ, കറങ്ങുന്നുണ്ട്. എന്നാ കിട്ടും? ഇത് കിട്ടണം, ഇത് കിട്ടും. ഓ, 4 കോയിൻസ് കിട്ടി. ഓക്കെ, നമുക്കെന്നാ അടുത്ത ഡ്രോയിങ് കൂടെ ചെയ്യാം. അപ്പം അടുത്ത ആടും കഴിഞ്ഞു. ഇനി ഏത് കിട്ടുമെന്ന് അറിയത്തില്ല. എനിക്ക് സ്പീഡ് കാർഡ് വേണം. സ്പീഡ് കാർഡ് പ്ലീസ്. അയ്യോ, ബബിളാ കിട്ടിയേ. അടുത്ത ഗൈസ് ഇങ്ങനെ ഡ്രോ ചെയ്ത് പോയാൽ മതി. നമുക്ക് ഈ കോയിൻസ് ഒക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇതുണ്ട് ഇച്ചിരി കോയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ കൺട്രോൾസും പറഞ്ഞുതരാം ഗൈസ്. സെർച്ച് ബട്ടൺ കണ്ടോ, ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഞെക്കണം. എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യണം. ഇത് GTA 5 അടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി പ്ലേ ബട്ടൺ ഞെക്കണം. ഇതുണ്ടോ, ഏറ്റവും വണ്ടേ കിടക്കുന്ന ഈ GTA 5 അത് ഞെക്കുക. ഇതൊന്നും ഞെക്കണ്ട ഗൈസ്, ഇത് വേറെ GTA 5 ആണ്. It's deafening, Al. This is going to be an incredible race. This is modern entertainment. Smash things. ഏഷ്യ അല്ല അമേരിക്ക നിൽക്കാം. ഇപ്പൊ കണ്ടോ 173 എൻ്റെ ക്യൂവ്. ഇനി നിങ്ങൾ ഇനി മറ്റേ ഈ Q2 ആവുമ്പോഴത്തേക്കും ഇത് 0 ആവണം ഗൈസ്. ഇത്ര നേരം വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഈ സ്പീഡ് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് വെക്കണം. ഡെയിലി റിവാർഡിനകത്ത് നിങ്ങൾക്ക് സ്പീഡ് കാർഡ് കിട്ടുന്നതാണ്. എന്നിട്ട് ഇവിടെ ഞെക്കിയിട്ട് എസ് അടിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 2 ആക്കാവുന്നതാണ്. ഇപ്പം നമുക്കെന്നാൽ എസ് അടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താലും മതി ഗൈസ്. ഇപ്പോൾ ഗൈസ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എൻ്റെ 2 ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അത് ഇപ്പോൾ വരും. ലാഗൊക്കെ കാണും ഗൈസ്. അപ്പോൾ ഗൈസ് ലൈനപ്പ് സക്സസ്, എൻ്റർ ദ ഗെയിം. ഇതുകൊണ്ട് ഗൈസ് ഈ സെക്കൻഡ്സ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റർ അടിക്കുകയാണ്. ഓക്കെ, എൻ്റർ അടിച്ചിട്ടുണ്ട്. ഗെയിം വരും. വേഗം ആവ്. ഇത് കൺട്രോൾസ് പറഞ്ഞുതരാം ഗൈസ്. ഞാനിപ്പോൾ ഈ ടാപ്പ് ചെയ്യുന്ന മൊത്തം നിങ്ങൾ നോക്കണേ. ഇനി ഏനക്കുക. ഓക്കെ ഗൈസ്, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുണ്ട് ഈ അനോൾസ്റ്റിക്ക്. ഒരു മിനിറ്റ്. ഓക്കെ, ഈ അനോൾസ്റ്റിക്ക് കണ്ടോ, ഇത് നിങ്ങൾ ഇങ്ങോട്ട് വെക്കുമ്പോൾ ഉണ്ട് ഇവിടെ സെലക്ഷൻ വരുന്നുണ്ടോ ഇവിടെ. ഇത് ഒന്നുകൂടെ ഞെക്കുക. അപ്പം ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റോറി മോഡിലോട്ട് ഈ ലൈറ്റ് കത്തുമ്പോൾ നിൽക്കുക. അപ്പോൾ കണ്ടോ ലോഡിങ് സ്റ്റോറി മോഡെന്ന് കാണാവുന്നതായിരിക്കും.
ഓക്കെ, ഇത് ലോഡായി കഴിയുമ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കയറാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് വേണമെങ്കിൽ വൈസ് നന്നായിട്ട് ഇത് കളിക്കാം. ഇനിയാണ് സ്കിപ്പ് ചെയ്യാണ്. എൻ്റെ ലോഡായി വന്നില്ല, ലാഗൊക്കെ കാണും. ഓക്കെ, എൻ്റെ ഗെയിം വന്നിട്ടുണ്ട്. നീ ആരെ പിടിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാമറ ഒക്കെ തിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് എങ്കിയാലും മതി. ഈ ആനുവൽ സ്റ്റിക്ക് വെച്ച് നമുക്ക് നടക്കാം. വീടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി നീ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓടി പോവാം. കണ്ടോ, ഇങ്ങനെ ഓടാം. പിന്നെ ഇങ്ങനെ ഞെക്കിക്കൊണ്ട് തന്നെ ഇരുന്നാൽ നല്ല സ്പീഡിൽ ഓടാം. ഓക്കെ, ഇനി അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഞാൻ നടക്കാവുന്നതാണ് സുഖമായി. ഇനി നമുക്ക് വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നതും എടുക്കുന്നതും എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനിയെ പിടിച്ചാക്കി ലാഗൊക്കെ ഉണ്ട്. ഉണ്ടോ, നമ്മൾ വണ്ടിയുടെ അടുത്തെത്തിയിട്ട് വൈ ഞെക്കുക. അപ്പോൾ ഫ്രാങ്ക്ലിൻ വണ്ടിക്കകത്ത് കയറും. എന്നിട്ട് ഈ LT ഞെക്കി കഴിഞ്ഞാൽ ബൈക്കിലേക്ക് വണ്ടി പോകും. ലാഗുണ്ട്, ഉണ്ടോ? ലാഗ്. വണ്ടി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഓക്കെ, അയ്യോ. ഓക്കെ, ഇനി RT പിടിച്ച് വയ്ക്കാൻ നേരെ പോവും. ഞാൻ ഓൾ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കാം. ഓക്കെ അല്ലേ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഗൈസ് കൺട്രോളൊക്കെ. നമ്മളിങ്ങനെ അങ്ങ് പോവാം, സുഖമായി, ഒരു കുഴപ്പമില്ലാതെ കളിക്കാം. നല്ല നെറ്റുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്തായി കളിക്കാം. പോയി എനിക്കിപ്പോൾ ലാഗാണ്. നമുക്ക് കളിക്കാം. നിങ്ങൾക്ക് മിഷൻസ് ചെയ്യണമെങ്കിൽ ഇത് ഞെക്കണം, എന്നിട്ട് നിൽക്കണം. ഇപ്പോൾ മാപ്പ് വന്ന് RT സൂമൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഈ എസ്സിലോട്ട് പോയാൽ നമുക്ക് ടൈമല്ലല്ലോ, വേ പോയിന്റ് വരയ്ക്കണം. ഞാൻ ഇപ്പോൾ ബൈക്ക് അടിക്കുക. വണ്ടി സീന. നമ്മുടെ ഡോഡ്ജ് എങ്ങനെയുണ്ട്? വാങ്ങേണ്ട പേഴ്സണൽ കാറാണ്. നമ്മൾ ഇതിനു മുമ്പ് GTA 5 വിട്ടായിരുന്നു. നമ്മൾ കുറച്ച് പോന്നു. ഇതാണ് കാർ വാഷ്. അയ്യോ, ഞാനത് ഞാനയാളെ അടിച്ച് കളഞ്ഞു. എനിക്ക് അവന്മാരൊന്നും അടിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇത് ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ പാടാണ്. നിങ്ങളുടെ വീട് മാപ്പിൽ കാണാം, എന്നിട്ട് നമ്മൾ ഈ ഗ്യാരേജിനകത്ത് കയറ്റിയിടാം. എൻ്റെ ഇപ്പോൾ പകുതി ഇതിൻ്റെ അടപ്പളകിയിട്ടുണ്ട്. GTA 5 വീഡിയോ നിങ്ങൾ വായി ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. എനിക്ക് ഓടാം ഗൈസ്. ഇനി GTA 5 വീഡിയോ ആണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.